സർക്കാർ കാണുന്നില്ല എന്ന് പറയുന്നില്ല. സർക്കാർ കാണുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അതിന് അർഹതപ്പെട്ട അവരുടെ കയ്യിൽ എത്തിപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അങ്ങനെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ പറയാം. 2019 കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, അങ്ങ് പറഞ്ഞോളൂ. ഹലോ. 2019 പ്രളയത്തിൽ, പുത്തുമല പ്രളയത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അത് തൊട്ട് അന്ന് മുതൽ ഇന്ന് വരെ എന്നുണ്ടെങ്കിൽ അന്ന് പ്രളയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ വീട് നഷ്ടപ്പെട്ട് ഇന്ന് വരെ സർക്കാർ വക നിന്നിട്ട് ഒരു 5 പൈസ കിട്ടിയില്ല. എൻ്റെ കൂട്ടുകാരന്മാരെ വീട് നഷ്ടപ്പെട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വീടുകൾ നഷ്ടപ്പെട്ട് ഇന്ന് അവർ പെരുവഴിയിലാണ്. സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരിക്കലും നമ്മൾ പറയാൻ, സർക്കാരിനെ കുറ്റം പറയാൻ നമ്മൾ തയ്യാറല്ല. അർഹതപ്പെട്ടവർക്ക് ഇന്നും അവർ തെരുവിലാണ്. അവൻ്റെ ഉപ്പാൻ്റെ, ഉമ്മാൻ്റെ, ഏട്ടൻ്റെ, അനുജൻ്റെ അവരുടെ ഫുൾ സമ്പാദ്യങ്ങളും 2019 ഒലിച്ചുപോയി. ഇന്ന് അർഹതപ്പെട്ടവർക്ക് ഇന്നും പെരുവഴിയിലായതുകൊണ്ട് കിട്ടാത്ത എത്രയോ ആളുകൾ ഇന്ന് നമ്മൾ അവശേഷിക്കുന്നുണ്ട്. അതേമാതിരിക്കുള്ളൊരു അനുഭവം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ജനങ്ങൾക്കാണ് ആ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഇന്ന് മുണ്ടക്കായനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അനേകം ആൾക്കാർക്ക് വീടുകളും അവരുടെ സ്ഥലങ്ങളും ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും സഹോദരന്മാരും ഏട്ടനും അനുജനും എല്ലാവരും നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് അവരെ പുനരാധിപ്പിക്കേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ഗവൺമെൻറ്റിൽ ഭാഗത്ത് നിന്ന് സർക്കാർ വകയിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിൻ്റെതായ രീതിയിലേക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 28 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. എനിക്ക് ആകെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്ഥാപനം എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തിയാൽ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു 0 ആയിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ജീവിതം എൻ്റെ മുന്നോട്ട് കൊണ്ടുപോകണം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവം സഹായിച്ചിട്ട് എൻ്റെ ശരീരത്തിനോ എൻ്റെ കുടുംബത്തിലോ കാര്യമായ കേടുകൾ, ബന്ധത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, 10-18 ആൾക്കാർ മരിച്ചുപോയി. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് വീടും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ വീടുകളിൽ എൻ്റെ കുടുംബത്തിന് നോക്കാനുള്ള ഉപജീവനം കഴിയാനുള്ള എൻ്റെ സ്ഥാപനം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, അതായത് എൻ്റെ മാതിരിക്ക് 100 കണക്കിന് സ്ഥാപനങ്ങളും കടകളും ഇവിടെ പെരുവഴിയിലായ ആൾക്കാരുണ്ട്. ഇന്ന് വരെ എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള ജീവിതം, എന്താണ് നിങ്ങളെ മുന്നോട്ടുള്ള നഷ്ടങ്ങൾ എന്നുള്ളത് ഇതുവരെ വന്നിട്ട് എന്നോടാണെന്നുണ്ടെങ്കിലും മറ്റൊരുത്താണെങ്കിലും കൃത്യമായിട്ട് ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നതിൻ്റെ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നതാണ്, ഇവിടെ നിന്ന് വന്നതാണ്, ഇന്നത് വന്നതാണ്, അവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ് എന്നുള്ളത്. അങ്ങനെ ഇത് മാത്രമല്ലാതെ കൃത്യമായ എൻ്റെ നഷ്ടങ്ങളോ ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടോ കൃത്യമായി ഒരു അന്വേഷണം ഇന്ന് വരെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഞാൻ അന്ന് മുതൽ 30-ാം തീയതി മുതൽ ഇന്ന് വരെ ഞാൻ ഈ രക്ഷാപ്രവർത്തനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ മുന്നോട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു തീരുമാനങ്ങളോ വ്യക്തമായ ഒരു നടപടിയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എൻ്റെതെന്ന് മാത്രമല്ല, ഈ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ ചൂരൽമല ഗ്രാമത്തിൽ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഞങ്ങളെ കുടുംബത്തിലൊക്കെ പേടിച്ച് സ്വപ്നമായി കഴിയുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ക്യാമ്പിലാണ് കഴിയുന്നത്. അത് ഞങ്ങളെ മക്കൾ, അതേമാതിരി ഞങ്ങളെ മക്കളെ പുനരുജ്ജീവിക്കാൻ ഞങ്ങളെ കാലം എന്തായാലും കഴിഞ്ഞു. ഇനി ഞങ്ങളെ മക്കളെ മുന്നോട്ട് ജീവിക്കാൻ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുനരധിവാസം നിർബന്ധമായും പുനരധിവാസം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ശക്തമായി ഗവൺമെൻറ് ഇടപെട്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോ കൂടാതെ തന്നെ ഞങ്ങൾ ചൂരൽമല വെള്ളരിമലയിലത്തെ സ്കൂള്, വില്ലേജ് ഓഫീസ്, അതേമാതിരി നമ്മുടെ സ്ഥാപനം, ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ പഴയമാതിരിക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. എന്നാലേ ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോയവർക്ക് വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങളുടെ ജീവിതം പുനർജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുള്ളൂ. അതിൽ നിന്ന് നല്ലൊരു തീരുമാനങ്ങൾ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സർക്കാർ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവർ സത്യസന്ധനായി ഞങ്ങൾക്ക് അത് ഏൽപ്പിച്ച് തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി.